എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് CBSE പഠന രീതിയിൽ വലിയൊരു മാറ്റം എന്നതിനെ കുറിച്ചാണ്. ഈ മാറ്റം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കുട്ടികളുടെ പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കാനും കുട്ടികൾ കാണാപ്പാഠം പഠിക്കുന്നതിന് പകരം മനസ്സിലാക്കി പഠിക്കാനുമാണ്. അതിൽ ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇനി മുതൽ 2 ബോർഡ് എക്സാമുകൾ ഉണ്ടായിരിക്കും. അത് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ കുട്ടികൾക്ക് ഒരു പരീക്ഷയിൽ മാർക്ക് കുറയുകയാണെങ്കിൽ അവർക്ക് മറ്റേ പരീക്ഷ എഴുതി മാർക്ക് കൂടുതൽ വാങ്ങാൻ കഴിയും. ഇതിലൂടെ കുട്ടികൾക്ക് പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കാൻ കാരണമായി തീരും. അതിലൂടെ തന്നെ വരുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു കുട്ടി ഒന്നാം പരീക്ഷയിൽ മാർക്ക് കൂടുതൽ മേടിച്ചുവെങ്കിലും രണ്ടാം പരീക്ഷ എഴുതിയപ്പോൾ അത് കുറഞ്ഞുപോയി. പക്ഷേങ്കിൽ ആ ഒന്നാം പരീക്ഷയുടെ ഏറ്റവും കൂടുതൽ ഏത് മാർക്കാണോ ആ മാർക്ക് ആയിരിക്കും എടുക്കുക. അതിലൂടെ വരുന്ന മറ്റൊരു കാര്യമാണ് മാർക്ക് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. ഇനി ഈ വരുന്ന വർഷം മുതൽ ഓൺലൈൻ എവല്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് എവല്യൂഷനും റീവാല്യുവേഷനും ഒക്കെ ഇനി മുതൽ ഡിജിറ്റലായിട്ടായിരിക്കും നടക്കുക. അത് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, മാർക്കിംഗ് രീതിയിലും വലിയൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട്. തിയറിയിൽ 80 മാർക്കും മറ്റ് ഇൻറ്റേർണൽ ആക്ടിവിറ്റിയിൽ 20 മാർക്കും. ഇൻറ്റേർണൽ ആക്ടിവിറ്റി വളരെയധികം അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ്. കാരണം അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, ആക്ടിവിറ്റി എന്നിവയ്ക്ക് 20 മാർക്ക് ലഭിക്കും. ആ 20 മാർക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് A+ എന്ന ഇതിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, അടുത്ത മാറ്റം എന്ന് പറയുന്നത് CBSE ടെക്സ്റ്റ് ബുക്ക് സിലബസിൽ ചെറിയ രീതിയിലുള്ള മാറ്റം മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി മുതൽ കുട്ടികൾ എന്തിന് എന്ന് പഠിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ എന്തുകൊണ്ട് എന്ന് പഠിക്കണം. അതിന് അർത്ഥമെന്ന് പറയുന്നത് കുട്ടികളുടെ കാണാപ്പാഠ രീതി കുറയ്ക്കുകയും മനസ്സിലാക്കി പഠിക്കുന്ന രീതി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അടുത്തതായി വരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇനി വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ളതായിരിക്കില്ല. ഇനി മുതൽ വരുന്ന ചോദ്യം ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. അത് കുട്ടികൾക്ക് ഇനിയും വളർന്നു വരുമ്പോഴും അത് ഉപയോഗിക്കാൻ കഴിയും. ഈ മാറ്റങ്ങളൊക്കെ വരുന്നതോടുകൂടി വളരെയധികം ഉപകാരം തന്നെയായിരിക്കും കുട്ടികൾക്കുണ്ടായിരിക്കുക. കാരണം 2 ബോർഡ് എക്സാമുകളൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് സമ്മർദ്ദം കുറയുകയും പരീക്ഷാ സമ്മർദ്ദം കുറയുകയും അങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാനും കഴിയും. അതുമാത്രമല്ല, കുട്ടികൾ പഠനത്തിൽ മാത്രം ഏർപ്പെടാതെ പല അസൈൻമെൻറ്റിലും പ്രൊജക്റ്റിലുമൊക്കെ ഏർപ്പെടുകയും അങ്ങനെ അവർക്ക് അതിലൂടെ മാർക്ക് ലഭിക്കുമ്പോൾ അവർ ആ പ്രൊജക്റ്റിലും ഏർപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ CBSE കുട്ടികൾക്ക് പരീക്ഷാ സമ്മർദ്ദം കുറയാനും അവർക്ക് കൂടുതൽ മാർക്ക് നേടാനും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.